ഇതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഫസ്റ്റ് ആസ്പെക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോളേജ് ലെവലിലോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനിടയിലുള്ള സംസാരത്തിൽ തടിയൻ, മെലിഞ്ഞവൻ, കറുത്തവൻ, വെളുത്തവൻ എന്നെല്ലാം പറയുന്ന അങ്ങനെയുള്ളൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അറ്റാക്ക്. ആ ഒരു അറ്റാക്ക് എത്രത്തോളം മെൻ്റൽ ട്രോമ ഉണ്ടാക്കുന്നത് ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് കർട്ടീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലായേ പറ്റൂ. അപ്പോൾ ഇത് ഇല്ലീഗലായി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലായാലും കോളേജിലായാലും അറ്റ്ലീസ്റ്റ് മനസമാധാനത്തോടെ ആൾക്കാർക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ടാകും. ഇത് ബില്ല് രൂപേണ ആയിട്ട് അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം എവർ. പലപ്പോഴും ഇതിന് എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ദി സെക്കൻഡ് ആസ്പെക്ട് ഇസ് ദി ഓൺലൈൻ സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ ഓൺലൈൻ റാഗിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഞാനും എൻ്റെ വൈഫും തന്നെയായിരിക്കാം. കാരണം അത് പല രീതിയിൽ, എനിക്ക് വെളുത്ത താടിയുള്ളത് കൊണ്ട് ഞാൻ കളവനാണെന്നും എനിക്ക് ഈ പ്രായത്തിൽ എന്തിനാണ് ഒരു കല്യാണം എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്, എൻ്റെ പ്രായമോ എൻ്റെ എബിലിറ്റീസോ ഒന്നും നോക്കാതെ ആർക്കും എന്തും പറയാമെന്നുള്ളൊരു തോന്നിയവാസം ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് സൈബർ ബുള്ളിയിങ്, എസ്പെഷ്യലി ഇപ്പം സൈബർ ലോസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പഴകിയൊരു സൈബർ ലോ ആണ് എന്ന് പറയാനുള്ള റീസൺ, സൈബേഴ്സ് വേൾഡ് എപ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതനുസരിച്ച് നിയമങ്ങൾ മാറുന്നില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ലീപ്പ്. കാരണം ഇനി ഓൺലൈനിൽ ആർക്ക് എന്ത് തോന്നിയവാസവും പറയാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീടാണ്, എന്തും പറയാം എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കിട്ടും. ഈ നിയമം വന്നു കഴിഞ്ഞാൽ പീപ്പിൾ ഹാവ് ടു ബി കോഷ്യസ്. കാരണം ഇത് ഒരു ലീഗൽ ഒഫൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പീനൽ കണ്ടീഷൻസ് വളരെ മോശമായിരിക്കും. കാരണം ഒട്ടുമുക്കാൽ നമ്മൾ കാണുന്ന 10 പേരിൽ ഒരു 3 പേരോ 4 പേരോ എങ്കിലും ഈ സൈബർ വേൾഡിൽ തോന്നിയ പോലെയൊക്കെ പറയുന്നുണ്ട്. ഇവരെ എല്ലാം കൊണ്ട് എങ്ങനെ പീനലൈസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഫൈൻ ഇമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ ജയിലാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതെല്ലാം ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് വരും. അതല്ലാതെ ഇപ്പോൾ കോളേജ് ലെവലിലാണെങ്കിൽ റാഗിങ് ഓൾറെഡി ബാൻഡാണ്. പക്ഷേ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും നടക്കുന്നുണ്ട്. ഇതിനെ നിയമമാക്കി അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈമാണ് നമ്മൾ നോക്കി നിൽക്കേണ്ടത്. ദാറ്റ്സ് ഫ്യൂച്ചർ ഇസ് ഗോയിങ് ടു ബി ഗുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. മൈൻഡ് സെറ്റ് മാറ്റുന്നതിനേക്കാളും ഫിയർ ഇസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് മെഡിസിൻ. നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പം അവിടെ മറ്റേ കോക്കാച്ചിയുണ്ട് അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നത് പോലെ മനസ്സിനകത്തൊരു പേടിയുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റ് ചെയ്യുന്നത് കുറയും. എന്നാൽ മോഷണം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആൾക്കാർ മോഷ്ടിക്കുന്നില്ലേന്ന് ചോദിക്കുന്നത്. ഓക്കെ, അത് നടക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് വിൽ ബി ലിമിറ്റഡ്. നമുക്കിപ്പോൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ വരും അല്ലെങ്കിൽ പീനലൈസ് ചെയ്യും എന്ന് തീർച്ചയായി കഴിഞ്ഞാൽ നമുക്ക് റോഡിലെ ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റെഡ് സിഗ്നൽ ഈ ഒരു ആക്ടിവിറ്റിക്ക്, ബോഡി ഷേമിങ്ങിനോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ സൈബർ ബുള്ളിയിങ്ങോ ഇതിനെല്ലാത്തിനും എതിരെ ഒരു റെഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഷുവർ. 2 തലത്തിലാണ്. ഒന്ന്, ആ സമയത്ത് അവർ നേരിടുന്ന ആ ഒരു മാനസിക പിരിമുറുക്കം, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. ബൈ ചാൻസ് അവർ റിയാക്ട് ചെയ്യുന്നത് ഫിസിക്കൽ അബ്യൂസിലാണെന്നുണ്ടെങ്കിൽ അത് വഴക്ക്, തല്ല്, ബഹളം നാട്ടുകാരെല്ലാം കാണും. അത് നമുക്കറിയാം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെ അല്ലാതെ മനസ്സിനകത്ത് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മെൻ്റൽ കണ്ടീഷനായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത് ഒരാളെ അല്ല, അവരുടെ വീട്ടുകാരെ, അടുത്തുള്ള വീട്ടുകാരെ, സൊസൈറ്റിയെ തന്നെ ഹോളായിട്ട് ബാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടിട്ട് ഈവൻ പല ആൾക്കാരും ഇഫ് യു സി വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് തൊലി വെളുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെഡിസിൻസോ ഇഞ്ചക്ഷൻസോ ഡ്രിപ്സോ അങ്ങനെയൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കറുപ്പ് എന്നൊരു നിറത്തിനെ ആൾക്കാർ വെറുപ്പ് പറയുന്നതുകൊണ്ടാണ്. സോ അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ ബോഡി ഷേമിങ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ആൾക്കാരെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വേണം പെരുമാറാൻ. അതിന് ഇത് നല്ലൊരു വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു തോട്ടാണ്.